ഹസ്ബൻഡ് ജോജി. ഞങ്ങൾ ഡാളസ് ടെക്സസിൽ നിന്ന് വരുന്നു. ഞാൻ 2022 മാർച്ച് 31 ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് കൃപാസനത്തെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് കൃപാസനത്തെ പറ്റി എന്നോട് 2019 നവംബറിൽ പറയുന്നത്. അങ്ങനെ ഞാൻ നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്താലും എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്നൊരു പ്രചോദനം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2022 മാർച്ചിൽ 31 ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ 5 നിയോഗങ്ങളാണ് വെച്ചിരുന്നത്. 5 നിയോഗത്തിൽ എനിക്ക് 4 നിയോഗങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് സാധിച്ചു തന്നു. ആദ്യത്തെ നിയോഗം, ഞങ്ങളൊരു ഭവനം അവിടെ വാങ്ങിക്കാൻ വേണ്ടി 2 വർഷമായിട്ട് നോക്കുമായിരുന്നു. ഓരോ തടസ്സങ്ങൾ കാരണം ഞങ്ങളിങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ 2 ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ കൂടുതൽ വിലയുള്ള ഭവനം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ 2 ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വില പറഞ്ഞപ്പോൾ പക്ഷേ വേറെ ആൾക്കാർ അതിൽ കൂടുതൽ വില പറഞ്ഞ ആ ഭവനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 2022 ഞങ്ങൾ ജൂലൈയിൽ വേറൊരു ഭവനം ഇഷ്ടപ്പെട്ടു. അതിന് വില പറഞ്ഞു. പക്ഷേ എന്നാൽ ഞങ്ങൾ വെച്ചിരുന്ന ബഡ്ജറ്റിനേക്കാട്ടിലും കൂടുതൽ വിലയായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു ആ ഭവനം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു. എന്നാലും ഞങ്ങളൊരു വില അവർക്ക് കൊടുത്തു. ആ വില അവരെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ലോൺ പ്രോസസ്സിങ്ങും ക്രെഡിറ്റിൻ്റെ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. ആ ക്ലോസിംഗ് ഡേറ്റ് തന്നു. ആ 2 ക്ലോസിംഗ് ഡേറ്റിലും ഞങ്ങൾക്ക് ഭവനം ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സെല്ലർ പറഞ്ഞു, ഞങ്ങൾ ഒരു ഡേറ്റും കൂടെ നിങ്ങൾക്ക് തരും. ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഭവനം ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഭവനം സെല്ല് ചെയ്യത്തില്ല, ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടതിൻ്റെ ഫലമായിട്ട് ആ തടസ്സങ്ങളൊക്കെ മാറി. 2022 സെപ്റ്റംബർ 29 ഞങ്ങൾക്ക് ആ ഭവനം ക്ലോസ് ചെയ്യാനും ഞങ്ങൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും കൂടുതലുള്ള നല്ലൊരു മനോഹരമായ ഭവനം ഞങ്ങൾക്ക് കിട്ടാനും അമ്മ മാതാവും തിരുക്കുമാരനും അത് വഴി സാധിച്ചു. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോലി ഉണ്ടെങ്കിലും പുള്ളിയുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ളൊരു ജോലി ആയിരുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അതിലുപരി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2024 ജനുവരിയിൽ പുള്ളി 2019 US വന്ന സമയത്ത് ഇട്ട ആപ്ലിക്കേഷൻ കണ്ടിട്ട് 2024 ജനുവരിയിൽ ഒരു ജോലിയിൽ വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സാവുകയും നല്ലൊരു കമ്പനിയിൽ നിന്ന് പുള്ളിയുടെ പ്രൊഫഷൻ അനുസരിച്ച് നല്ലൊരു ജോലി അമ്മ മാതാവും യേശുപ്പനും കൊടുത്ത് അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ടുള്ള എൻ്റെ നിയോഗം, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 5-6 മാസമായിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ രാത്രി എഴുന്നേറ്റ് കരയൊക്കെ ചെയ്യും, കാരണം എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസന തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളുടെയും സങ്കടത്തിൻ്റെ നടുവിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അമ്മ മാതാവും തിരുക്കുമാരനും അതിലുപരി ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പറയുന്നു. ശാരീരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായാലും കൃപാസനത്തായാലും ഉടമ്പടി ഉപയോഗിക്കും. ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കാറുണ്ട്. എത്ര പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനൊരു പ്രതിഫലം ഉറപ്പായിട്ടും തരും. ഇത്രമേൽ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് തന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇപ്പം വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി 2024 ഡിസംബർ 6 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റി. അതുപോലെ രോഗത്തിലായിരിക്കുന്നവരെ ഞങ്ങളെ കഴിയാവുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങളോട് ആവശ്യപ്പെടുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തക്കവണ്ണം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിലുപരി കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും ബൈബിളൊക്കെ വായിക്കുമെങ്കിലും ജസ്റ്റ് നോർമൽ പ്രെയറിൽ നമ്മൾ വായിക്കത്തുള്ളായിരുന്നു, അല്ലാതെ ടൈം എടുത്ത് വായിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സമയം ചിലവഴിക്കി ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയിൽ സമയം കണ്ടെത്താനൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യോഹന്നാൻ 14:14